يوم تبيض وجوه وتسود وجوه. ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, ചില മുഖങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കും. ആരുടെ മുഖം കറുത്തിരിക്കുന്നുവോ അകഫർതും ബഅദ ഈമാനിക്കും, ഈമാനുള്ളവരായതിനു ശേഷം, സത്യവിശ്വാസികളായതിനു ശേഷം കുഫറിനെ തെരഞ്ഞെടുത്തവരല്ലേ, ശിർക്കിനെ തെരഞ്ഞെടുത്തവരല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിച്ച പെണ്ണ്, എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക ആദർശത്തെ നീ പണയപ്പെടുത്തിയവളല്ലേ, അവന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ പോയി മാലയിടുന്നവളായി മാറുന്നില്ലേ? നാളെ നിന്റെ മുഖത്ത് നോക്കിയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ നാട്ടിൽ നിന്റെ മുഖം നല്ല രസമുള്ളതായിരുന്നു, നിന്റെ കവിൾത്തടം നല്ല തുടുത്തതായിരുന്നു, നിന്റെ ചുണ്ടോ നല്ല ചുവപ്പുള്ളതായിരുന്നു, നിന്റെ കണ്ണോ നല്ല വലിപ്പമുള്ളതായിരുന്നു, നിന്റെ ഓരോരോ അവയവങ്ങളെ കാണാനും രസിക്കാനും ത്രസിപ്പിക്കാനുമുള്ളവയായിരുന്നു. അതുകൊണ്ടാണ് ജാതിഭേദമന്യേ നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഇസ്ലാമിക ആദർശത്തിൽ വളർന്നു വന്ന നിന്നെ ഏതോ അവിശ്വാസികൾ നിന്നെ കടന്നു പിടിച്ചില്ലേ? അവിശ്വാസികളുടെ കിണിയിൽ നീ കുടുങ്ങിയില്ല പെങ്ങളെ. 20 വർഷം, 22 വർഷം, 18 വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ ഉപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? നീ സുജൂദ് ചെയ്ത നെറ്റിത്തടം എവിടെ? ആ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാവമെല്ലാം ഇതാ അല്ലാഹു മാറ്റുകയാണ്. നല്ല മുഖം ദുനിയാവിൽ വെച്ച് നല്ല സുന്ദരി, കാണാൻ നല്ല രസം, കാരണം ഈമാന്റെ അടയാളമാണ്, ഈമാന്റെ അടയാളമാണ്. ആ ഈമാന്റെ അടയാളത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ അല്ലാഹ് നിന്നെ ജീവിപ്പിച്ചത്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തി കുഫറിന്റെ പിന്നാലെ നീ ഓടി, ശിർക്കിന്റെ പിന്നാലെ നീ ഓടി, കേവലം ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി അല്ലേ? ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട്, ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഉമ്മയെയും ഉപ്പയെയും പോലും അനുസരിക്കാതെ നീ ഓടിയില്ലേ? അള്ളാഹ് എന്താ ചെയ്യാ? നിന്റെ മുഖത്തെ അല്ലാഹു തആല കറുപ്പിച്ചു കളയും. കറുത്ത് കരുവാളിച്ച കോലത്തില്, പേക്കോലത്തിൽ നാളെ നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചോദിക്കും, എന്റെ മുഖം നല്ല മുഖം, ദുനിയാവിൽ നല്ല പാങ്ങുള്ള മുഖമായിരുന്നല്ലോ, എന്താ എന്റെ മുഖം ഇങ്ങനെ ആയിപ്പോയത്? എന്താ എന്റെ മുഖം ഇങ്ങനെ വികൃതമായിപ്പോയത്? പ്ലീസ് പറയൂ, പ്ലീസ് പറയൂ മലക്കളെ, ഒന്ന് പറയൂ മലക്കളെ. ഉടനെ മലക്കളുടെ ചോദ്യം, അകഫറതും ബഅദ ഈമാനിക്കും, നീ മുസ്ലിമായി ജനിച്ചവനല്ലേ, ജനിച്ചവനല്ലേ? ഇസ്ലാമിക ആദർശത്തോടെ 10, 18, 20, 22 വർഷക്കാലം ജീവിച്ചു വന്നിട്ട് ഏതോ ഒരു പിശാച് നിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചപ്പോ ആദർശം പോലും വകവയ്ക്കാതെ അവന്റെ പിന്നാലെ നീ ഒളിച്ചോടിയവളല്ലേ? അപ്പോഴേക്കും അല്ലാഹു നിന്റെ മുഖത്തിന്റെ കോലം മാറ്റിമറിച്ചു. ഫദൂഖൂ അൽഅദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അനുഭവിക്കടാ, അനുഭവിക്കടി ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചവളല്ലേ, ധിക്കരിച്ചവനല്ലേ? അല്ലാഹുവിന്റെ ശിക്ഷയാണ് പെങ്ങളെ, അനുഭവിച്ചേ മതിയാവൂ, ഒളിച്ചോടാൻ സാധ്യമല്ല. കറുത്ത മുഖഭാഗമുള്ളവർ മഹ്ശറിലേക്ക് വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി മലക്കൾ ഇങ്ങനെ പറയും, പോടി, അനുഭവിച്ചോ, പോ. ഇസ്ലാം എന്ന് പറയാൻ നിനക്കൊരു പുച്ഛമായിരുന്നു ഇല്ലേ? ഇസ്ലാമിക ആദർശം, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വെറുതെ, നോമ്പെടുക്കുന്നത് വെറുതെ, അത് ഹറാം ഇത് ഹറാം എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിൽ ജീവിച്ചപ്പോ നാളെ മരിക്കൂല, മഹ്ശറില്ല, ഖബറില്ല എന്ന് നീ വിചാരിച്ചിരുന്നു ഇല്ലേ? അനുഭവിക്കുന്നില്ലേ? പോ, ഫദൂഖൂ, പോ, മിണ്ടരുത്, പോ. യാ അല്ലാഹ്, നിലവിളിയോടെ നിലവിളിയായിരിക്കും, നിലവിളിയോടെ നിലവിളി. ആരികക്കാൻ അല്ലാത്ത അവസ്ഥയാണ്. നബിയന റസൂലുള്ളാഹി തങ്ങൾ അടുത്ത ആയത്ത് ഓതുകയാണ്, വഅമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്, ആരുടെ മുഖമാണോ പ്രസാദമുള്ളത്, പ്രകാശമുള്ളത്, പ്രകാശമാനമായത്, നൂറ് കൊണ്ട് പ്രകാശിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്, കാരുണ്യത്തിലാണ്. അല്ലാഹുവിന്റെ കരുണ, അതാണ് നമ്മൾ എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, അല്ലാഹുമ്മ റഹ്മനാ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, കരുണ ചൊരിയണേ പടച്ചവനെ എന്നൊക്കെ ചോദിക്കുന്നതിനാ. ദുനിയാവിൽ വേണ്ടി മാത്രല്ല, ആഖിറത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ കരുണ കിട്ടേണ്ടത്. ആരുമില്ല, ഇച്ഛയില്ല, ഇഞ്ഞയില്ല, ആരുമില്ല.
ഇക്കയില്ല, ഇത്തയില്ല, ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, എല്ലാവരും. ഓരോ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. എന്തായി കാണുന്നത് പടച്ചവനെ, എന്തായി കാണുന്ന അല്ലാഹുവേ, നാളത്തെ അവസ്ഥ എന്താണ് പടച്ചവനെ? അപ്പോഴാണ് രണ്ട് മുഖം. ഒന്ന് നല്ല തെളിഞ്ഞ മുഖം, ആ മുഖം ഇങ്ങനെ സന്തോഷത്താൽ തുള്ളിച്ചാടും. സന്തോഷത്താൽ തുള്ളിച്ചാടും. SSLC-യിലൊക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരൊക്കെ തുള്ളിച്ചാടുന്നത് പോലെ, ഒന്നും കിട്ടാതെ 0+ കിട്ടിയവരെല്ലാരും മുഖമൊക്കെ കറുത്ത് കരിവാളി ചെയ്യാ തൂങ്ങിച്ചാവാൻ പോകുന്ന പോലെ, തൂങ്ങിച്ചാവാൻ പോവാണ്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടാൻ പോകണം പോലെ സന്തോഷത്തിന്റെ മുഖവുമുണ്ട്, സന്താപത്തിന്റെ മുഖവുമുണ്ട്. അല്ലാഹു നല്ല മുഖത്തിന്റെ മക്കളാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒളുവെടുക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ല വജൂഹു ഔലിയായി. നിന്റെ ഔലിയാക്കളുടെ മുഖങ്ങളെ നാളെ നീ പ്രകാശിപ്പിക്കുന്നത് പോലെ പടച്ചവനെ എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ അല്ലാഹ്. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ആ മുഖങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ പ്രകാശമാനമായിരിക്കും. പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കും. അങ്ങനെയാണ് പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ തിളങ്ങിയ മുഖവുമായി, പ്രകാശത്തിന്റെ മുഖവുമായി, അവരുടെ അവയവങ്ങൾ തിളക്കമുള്ളതായി മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത അവയവങ്ങളാ. മുഖം കഴുകിയവരാണ്, കൈകാലുകൾ കഴുകിയവരാണ്, തല തടവിയവരാണ്. അങ്ങനെ അംഗസ്നാനം വരുത്തി ദിനേന 5 നേരം റബ്ബിന്റെ കോടതിയിൽ സുജൂദിൽ വീണ എന്റെ അനുയായികളുണ്ടല്ലോ, അവർ നാളെ മഹ്ശറിലേക്ക് വരുന്നത് തിളക്കമാർന്ന അവയവങ്ങളോടെയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുമത്രേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാളെ മഹ്ശറാവൻ സഭയിൽ തിളക്കമാർന്ന അവസ്ഥയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒളുവിന്റെ അവയവങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കഴുകണേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ ഒളു കൊടുക്കും, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല. അവയവങ്ങൾ ശ്രദ്ധിക്കാൻ ഒളു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഒളു എടുക്കുമ്പോൾ നല്ലപോലെ ഒളു കൊടുക്കണം, പൂർണ്ണമായ അവയവങ്ങൾ കഴുകണം, ആ അവസ്ഥയിൽ ഒളു കൊടുക്കണം. അങ്ങനെ ഒളുവെടുത്താൽ അവർ നാളെ എന്നെ കാണും, നല്ല തിളക്കമുള്ള അവസ്ഥയിൽ എന്നെ കാണും. ഒളുവില്ലാത്തവന്റെയും നിസ്കാരം ഇല്ലാത്തവന്റെയും കാര്യം ചർച്ചയില്ല. യാ അല്ലാഹ്, കല്ലിവല്ലി അവന്റെ മുഖമൊക്കെ ടാർ വാരി എറിഞ്ഞ് മുഖത്ത് വിരൂപമായി പന്നിയുടെ കോലത്തിൽ വരും. പന്നിയുടെ കോലത്തിൽ നിസ്കാരം ഇല്ലാത്ത ഹദീസ് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഒരായത്ത് മോദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖബറുകളിൽ നിന്ന് ജനങ്ങളെ ഇതാ കൂട്ടമായി മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി പോയപ്പോ, ഈ ആയത്തൊന്ന് ഓതിക്കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബീലാ. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടിരോമങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രങ്ങളും ഹബീബായ തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് കുതിരുകയായി, കണ്ണുനീര് കൊണ്ട് നനയുകയായി. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഹബീബായ തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂല് നേരിൽ കാണുകയാണ്. ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട മുആദിനെ നോക്കിയിട്ട് പറയുകയാ, സഅൽത അന്നം ബിന്നബീബ് യാ മുആദ്. മുആദേ, നീ ചോദിച്ചത് വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ് മുആദേ. അത് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, സാധിക്കും
സാധ്യമാകുന്നില്ല. മഹാനായ പ്രവാചകൻ പൊട്ടി പൊട്ടിക്കരയുകയാണ്. എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ മാത്രമല്ല, ഹബീബായ തങ്ങളുടെ പൊന്നുമോളെ കുറിച്ചല്ല, ഹബീബായ തങ്ങളുടെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ചല്ല. നമ്മുടെ ഓരോ വ്യക്തികളുടെ അവസ്ഥകൾ നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഓർത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. അവിടുത്തെ കണ്ണുനീര് കൊണ്ട് വസ്ത്രങ്ങളെല്ലാം കുതിരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, മുആദ്, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് 12 വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിലൊരു വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസീറ, ഒരു വിഭാഗം ആളുകളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരപ്പെടുക. അതെന്റെ വിഭാഗത്തിൽ പെട്ടവരാണല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹ്ശറിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുകയാണ്, മുഹമ്മദേ, അവിടുത്തെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉമ്മത്തികളാണെന്ന് കേട്ടപ്പോ ഫബകാ തവീലാ, അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹബീബേ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ് ഹൗലാഇ മിൻ ഉമ്മത്തിക, നിങ്ങളുടെ സമുദായത്തിലെ പെട്ടവര് തന്നെ, അവിടുത്തെ അനുയായികളിൽ പെട്ടവര് തന്നെ. പക്ഷേ വഹും യതഹാവനൂന ബിസ്സലാ, നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ്. പള്ളിയുടെ അരികിൽ കിടന്നാൽ പോലും 5 നേരം ബാങ്ക് വിളി കേട്ടാൽ പോലും നമസ്കാരത്തിന് താല്പര്യം കാണിക്കാത്ത, താല്പര്യം പ്രകടിപ്പിക്കാത്ത അവിടുത്തെ അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ നാളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. അവരുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കും, അവരുടെ മുഖം വിരൂപമായിരിക്കും, അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയേ ഇല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഫാത്തിനോടടുത്ത സമയത്ത് പോലും അലൈക്കും ബി ഉമ്മത്തി അസ്സലാ, എന്റെ ഉമ്മത്തികളെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നമസ്കാരം മുറുകെ പിടിക്കണേ. നാളെ നിങ്ങൾക്ക് എന്നെ കാണണ്ടയോ, എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണ്ടയോ, നാളെ എന്റെ ശഫാഅത്ത് വേണ്ടയോ, നിങ്ങളുടെ കൈക്ക് ഞാൻ പിടിക്കണ്ടയോ, നിങ്ങളെ നമസ്കാരം ഒഴിവാക്കരുതേ, നമസ്കാരം ഒഴിവാക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിൽ കൊണ്ടുപോയി ഒരു നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സുമ്മാ തആലാ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാ. ഞാൻ അവരെ ഒന്ന് നോക്കിയപ്പോ വലിയ വലിയ പാറക്കഷണങ്ങൾ കൊണ്ട് ആ സമുദായത്തിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുന്നു മാലാകമാർ. അവരുടെ തല പൊട്ടിച്ചിതറുകയും തലച്ചോറ് തിളച്ചു മറിയുകയും രക്തം മാർന്നൊഴുകുകയും ചെയ്യുമ്പോ അവർ നിലവിളിക്കുന്നു, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞങ്ങളെ ഒന്ന് മടക്കുമോ, നാട്ടിലേക്ക് മടക്കുമോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൃഗീയമായ കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ വിഭാഗം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, ഹൗലാഇ അല്ലദീന തതസാഖലത് റൂസുഹും അനിസ്സലാ, നബിയേ, ഈ തല അവർക്ക് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ടാൽ ഈ തലയിൽ അവർക്കൊരു ഭാരമായിരുന്നു, ഭാരമായിരുന്നു. അവരല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർക്കതൊരു ഭാരമാണ്. ആരെങ്കിലും ഒരു 10 രൂപ ടിപ്സ് കൊടുത്താൽ തല കുനിച്ചു നിന്ന് അവരെ വന്ദിക്കുന്നവരാ. ഒരു പാട്ട് പാടിയാൽ, ഒരു റിയാലിറ്റി ഷോയിൽ പോയി ആടിയാൽ, തുള്ളിയാൽ, എടി പെണ്ണേ, മോളെ, നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നീ തല
കുനിക്കുന്നവളല്ലേ, അവരുടെ മുന്നിൽ നീ തല നമിക്കുന്നവരല്ലേ, അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരല്ലേ. 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് കടന്നുവാ എന്ന് വിളിക്കുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി അവരുടെ തല അള്ളാന്റെ മുന്നിൽ കുനിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള അവിടുത്തെ സമുദായത്തിൽപ്പെട്ട വൃത്തികെട്ട നെറികെട്ട നികൃഷ്ടരായ ഉമ്മത്തികളാണ് ഹബീബേ. അവരുടെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുന്നാര ഹബീബായ തങ്ങൾ പറഞ്ഞത്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയം ചുണ്ട് ചലിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പോയി ചെവിയൊന്ന് വെച്ചു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഉമ്മത്തികളോട് ഉപദേശിക്കണേ, അസ്സലാ അസ്സലാ. നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്റെ ഉമ്മത്തിൽ പറഞ്ഞു നമസ്കാരം. നമസ്കാരം ഇല്ലാതെ നീ എന്തെല്ലാം നന്മ ഈ ദുനിയാവിൽ ചെയ്താലും, എത്ര വാള് സംഘടിപ്പിച്ചാലും, ഈ വാളിന് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവ് ചെയ്താലും, നമസ്കാരമില്ലാതെ ഒരു തരിമ്പ് അല്ലാഹു സ്വീകരിക്കൂല. പ്രതീക്ഷിക്കേ വേണ്ട. അവരുടെ മുഖം നാളെ മഹ്ശറിൽ വരുന്നത് കറുത്ത് കരുവാളിച്ചിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പൊന്നുമാതാപിതാക്കളെ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിസ്കാരമില്ല എങ്കിൽ നിങ്ങൾ ഒരു പിടി ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. നിസ്കാരമില്ലാത്തവൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അവനെതിരെ ശാപപ്രാർത്ഥന നടത്തും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ റഫഅ ലുഖ്മതൻ മിനത്താം ഇന്ന താരിക സ്വലാ ഇദാ റഫഅ ലുഖ്മതൻ മിനത്താം. നമസ്കാരമില്ലാത്തവൻ, നമസ്കാരവുമായി ബന്ധമില്ലാത്തവൻ, അവൻ തന്റെ തീന്മേശയുടെ മുന്നിലെ ഭക്ഷണ തളികയിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ, ഇദാ റഫഅ ലുഖ്മതൻ മിനത്താം ഇലാ ഫീ ഖാല, ആ ഭക്ഷണം വിളിച്ചു പറയുകയാണ്, യാ അല്ലാഹ്, അല്ലാഹുവിന്റെ വിരോധിയേ, ഇസ്ലാമിന്റെ വിരോധിയേ, അല്ലാഹുവിന്റെ ശത്രുവേ, അമാതു അദീ ഫർളല്ലാഹ്, അല്ലാഹുവിന്റെ ഫർള് നിറവേറ്റിയിട്ടാണോ നീ ഭക്ഷണം കഴിക്കുന്നത്? അലാ ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം നിനക്കുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ ശാപം നിനക്കുണ്ടാകട്ടെ. ആ ഭക്ഷണം അവനെതിരെ ശാപ പ്രാർത്ഥന നടത്തുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണി, നമ്മൾ കഴിക്കുന്ന നാടൻ ചോറ്, നമ്മൾ കഴിക്കുന്ന അൽഫഹം, നമ്മൾ കഴിക്കുന്ന ഷവർമ, നമ്മൾ കഴിക്കുന്ന ഷവായ, നമ്മൾ കുടിക്കുന്ന പൊണ്ടം, വെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്, ഇത് മുഴുവനും നമുക്കെതിരെ ശപിക്കുകയാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യാത്ത നീ ഈ ഭക്ഷണം നീ കഴിക്കാൻ നിനക്ക് അനുവാദമില്ല, അവകാശമില്ല. ഇവന്റെ മുഖം നാളെ കറുത്ത് കരുവാളിച്ച കോലത്തിൽ പന്നിയുടെ രൂപത്തിലായിരിക്കും മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുവരിക. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം സൂക്ഷിച്ചാൽ നല്ലതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരമില്ലാത്ത മക്കൾ നമുക്ക് വേണ്ട, ഫായിദയില്ല. എന്ത് ഫായിദ? നാളെ മക്കൾ മാതാപിതാക്കളൊക്കെ എതിരാ പ്രശ്നങ്ങളാണ്. നാളെ മാതാപിതാക്കൾ എല്ലാം പ്രശ്നങ്ങളാണ്. അല്ലാഹു മഹ്ശറിലേക്ക് പോയില്ല, 10 മണിയായി, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ, അവിടെ എത്തിയിട്ടില്ല സംഭവം. മഹ്ശറിലേക്ക് പോകുന്നേ ഉള്ളൂ. നാളെ മക്കളൊക്കെ എന്തായിരിക്കും? അങ്ങ് നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഉമ്മ ഭക്ഷണം വാരി കൊടുക്കല്ലേ, വിളമ്പി കൊടുക്കുകയോ ചെല്ല്, നിസ്കരിച്ചോന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം. എന്താ വരുന്നു, ഇഷ്ടംപോലെ ഹദീസ് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മാതാപിതാക്കൾക്കൊക്കെ പ്രശ്നമാണ്. വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഉമ്മമാര് തന്റെ മക്കൾ വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് കഴിച്ച് ഡ്രഗ് തിന്നിട്ട് വരുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്താൽ നാളെ ഈ ഉമ്മമാരുടെ ഖബറിടത്തിലെ പാമ്പായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. മക്കളെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മക്കള് മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ?
ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ അടുത്ത സമയത്തൊക്കെ വന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ നൗദുബില്ല ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ പ്രഭാഷണത്തിലൂടെ പറയാൻ തന്നെ നമുക്ക് ലജ്ജയുണ്ട്. മീഡിയകളിലൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. മഹ്ശറിലേക്ക് വരികയാണ് നമ്മളില്ലേ. മഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ മഹ്ശറിൽ എന്താണ് സംഭവിക്കുന്നത്? മഹ്ശറിൽ വരുന്നവരുടെ അവസ്ഥ എന്താണ്? മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാണണ്ടേ? അള്ളാഹെ നമുക്ക് കാണണ്ടേ? وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആ മക്കൾ നാളെ നിങ്ങൾക്ക് ഉപകാരമുള്ളവരാവുകയില്ല. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല നിലയിൽ നിങ്ങളും ഉപദേശിച്ചില്ല എങ്കിൽ ഈ മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും മഹ്ശറിൽ യാതൊരു ഗുണവുമില്ല. എല്ലാ ഉപ്പമാരും ഉമ്മമാരും മഹ്ശറ വൻസമയിൽ പരസ്പരം കണ്ടുമുട്ടുമത്രേ. പരസ്പരം അവർ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ അന്നാണ് മനസ്സിലാക്കുക, ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലൂടെ മക്കളെ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ആ സമയത്താണ് കാണുക. ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുകയാണ്, വജൂഹു യൗമൈദിൻ മുസ്ഫിറ ളാഹിഖതുൻ മുസ്തബ്ശിറ. ചില ആളുകൾ മഹ്ശറിലേക്ക് വരുമ്പോ അല്ലാഹുവിനെ കാണുമെന്നുള്ള സന്തോഷത്താൽ ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി സന്തോഷത്തോടെ വരുമ്പോ വജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ. ചില ആളുകളുടെ മുഖമെല്ലാം വിരൂപമായിരിക്കും, പൊടി കൊണ്ട് നിറഞ്ഞതായിരിക്കും, പൊടി പടലങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. ദുനിയാവിൽ അല്ലാഹുവിനെ നിഷേധിച്ച നിഷേധികളാണത്രേ അവർ. ദുനിയാവിൽ അല്ലാഹുവിന്റെ നിയമനിർമ്മാണങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണവർ. അവരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ എന്ന് പറയുന്ന മനുഷ്യൻ. ആ നബിയുനാ റസൂലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പരിശുദ്ധമായ തൗഹീദിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ പോയി ഉപദേശിക്കുകയാണ്. യാ അബതി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയാ. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് പിതാവേ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവേ. നിങ്ങൾ ഈ കാണുന്ന ബുദ്ധുകളെ, ദേവതകളെ ആരാധിക്കരുതേ. ഈ വടവൃക്ഷങ്ങളെ, സൂര്യനെ, ദീപത്തെ ആരാധിക്കരുതേ. കല്ലുകളെ, മണ്ണുകളെ, കരിങ്കല്ലുകളെ നിങ്ങൾ ആരാധിക്കരുതേ. ഏകനായ റബ്ബ് മാത്രമേ ഉള്ളൂ. ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അഖിലാണ്ട കടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവ് അല്ലാഹുവാൻ. അവനല്ലാതെ ഒരു ഇലാഹില്ല ഉപ്പ. അതുകൊണ്ട് ലാ തഅബുദി ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുതേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ നോക്കി അഹോരാത്രം പറയുകയാണ്. എപ്പോഴും പറയും, പ്ലീസ് നിങ്ങൾ നിസ്കരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവെ വഴിപ്പെടണം, അല്ലാഹുവെ ആരാധിക്കണം. നിങ്ങൾ പിശാചിനെ ആരാധിക്കല്ലേ, മുമ്പത്തെ ആരാധിക്കരുതേ. അല്ലാഹുവിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണേ. ആ നെറ്റിത്തടം മറ്റൊരു വസ്തുവിന്റെ മുന്നിൽ കൊണ്ട് വെക്കരുതേ. അല്ലാഹ് പ്ലീസ്, ഉപ്പ വാപ്പ കേൾക്കണേ. വാപ്പ ഉപദേശിച്ചു. എവിടെ വാപ്പ? അഹങ്കാരിയും ധിക്കാരിയും മുശ്രിക്കും കാഫിറുമായ വാപ്പ. ഏയ് ഇബ്രാഹിം, എന്നെ നീ പഠിപ്പിക്കണം, നീ എന്നെ ഉപദേശിക്കണം. ഞാൻ പറയുന്നത് നീ പറയുന്നതിൽ നിന്ന് മാറി, നിന്റെ ആദർശത്തിൽ നിന്ന് ഒഴിവായി ഈ നാട്ടിൽ നിന്ന് വണ്ടി വിട്ടോണം. ഇല്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തച്ചുടിച്ചു കളയും, വെട്ടിക്കളയും. ഇറങ്ങിപ്പോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിച്ചോടിക്കേണ്ട വാപ്പ. എന്തിന്? നിസ്കരിക്കാൻ പറഞ്ഞതിന്, അല്ലാഹുവെ ആരാധിക്കാൻ പറഞ്ഞതിന്, ഇബാദത്ത് എടുക്കാൻ പറഞ്ഞതിന് ഇറക്കി വിടുകയാണ്. പോയില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ പരിശ്രമിച്ചു, ഇല്ല, കിട്ടിയില്ല, അനുസരിച്ചില്ല. രണ്ടുപേരും മരിച്ചുപോയി.
ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ കേട്ടോ. നാളെ മഹ്ശറിലേക്ക് ഇതാ വരികയാണ് ആര്? യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ വഅലാ വജ്ഹി ആസറ ഖതറതു വഗബറാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ തന്റെ പിതാവായ ആസർ നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ്. തന്റെ വാപ്പായെ മകൻ തിരിച്ചറിയുന്നു, മകനെ ഉപ്പ തിരിച്ചറിയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ വഅലാ വജ്ഹി ആസറ ഗബറതു വഖതറ. ആസറിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെയും അവന്റെ മുബാറക്കായ മുഖത്തെയും കാണാൻ കഴിയുന്നില്ല, സ്വർഗ്ഗഹൂരികളെ കാണാൻ കഴിയുന്നില്ല, പ്രവാചകന്മാരെ കണ്ടാസ്വദിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ വാപ്പയാണ്, ഉപ്പയാണ്, പിതാവാണ് സംഭവം ശരി. ആ പിതാവിന്റെ മുഖത്ത് പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വികൃതമായ കോലത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തന്റെ വാപ്പായെ നാളെ മഹ്ശറിൽ വെച്ച് കാണുന്നത്. വാപ്പായുടെ അരികിലേക്ക് മകൻ അടുത്തു വരുമ്പോ വളരെ ദയനീയമായ ഭാഷയിൽ ദയയോടെ കാരുണ്യത്തോടെ ഉപ്പായോട്, ഈ വാപ്പയോട് ഈ മകൻ വിളിച്ചു പറയുകയാണ്, യാ അബതി ഉപ്പാ അലം അഖുൽ ലക ലാ തഅസീനി. ഉപ്പാ, ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ ധിക്കരിക്കരുതേ, എന്നെ നിഷേധിക്കരുതേ. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്നെ ധിക്കരിക്കരുതേ എന്ന് ദുനിയാവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഉപ്പയായ നിങ്ങളും നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരും എന്നെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചില്ലേ ഉപ്പാ എന്ന് മനസ്സിലാക്കിയോ? അല്ലാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലേ? ഇന്ന് മഹ്ശർ എന്ന് പറയുന്ന വിയർപ്പിൽ കുളിക്കുന്ന രംഗം നിങ്ങൾ കാണുന്നില്ലയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറയുമ്പോ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോന്റെ പൊന്നുമോന്റെ കാല് പിടിക്കുകയാ. ആസർ എന്ന് പറയുന്ന ധിക്കാരിയായ വാപ്പ കാല് പിടിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ ഇബ്രാഹിമേ, അൽയൗമ ലാ ഉസീക ശൈആ, ഇന്നേ ദിവസത്തിൽ നിനക്കെതിരെ ഞാൻ വർത്തിക്കുകയില്ല. നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ എന്നോട് കരുണ കാട്ടണേ. ഈ മഹാവിസ്ഫോടനത്തിൽ നിന്ന്, ഈ സൂര്യന്റെ ചൂടിൽ നിന്ന് എന്റെ മുഖത്തിന്റെ കെട്ട് നീ ഒന്ന് അഴിച്ചു മാറ്റുവോ? എന്റെ മുഖത്തിന്റെ വിരൂപം നീ ഒന്ന് മാറ്റിത്തരുവോ? എന്നെ നീ ഒന്ന് സഹായിക്കണേ എന്റെ പൊന്നുമകനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് സ്വന്തം പിതാ വിലപിക്കുകയാണ്. വാപ്പല്ലേ എന്തൊക്കെ ആയാൽ തന്നെയും തന്റെ ഉപ്പ അല്ലേ? നമ്മളൊക്കെ മക്കൾ ഒളിച്ചോടി പോകുമ്പോ നമ്മള് പള്ളിയിൽ പോയിട്ട് എഴുതി വെക്കും, എനിക്ക് അങ്ങനെ ഒരു മകളെ ഇല്ല. നമ്മൾ എഴുതി വെക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ഔക്കറിച്ച അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഉദാഹരണത്തിനായി ഈ പേര് പറയുന്നത് കേട്ടോ, ഔക്കറിച്ചാന്നോ അതൊക്കെ ഒരു ഉദാഹരണത്തിന് പറയണം. അപ്പൊ ചിലര് വിചാരിക്കും ഇങ്ങനൊക്കെ സംഭവം ഉണ്ടോ, നേരത്തെ ഇങ്ങനെ ഔക്കറിച്ചാര മോളും എല്ലാം പോയോ? ഞാനൊരു പേരിന് ഒരു ഉദാഹരണത്തിന് പറയാം. അപ്പൊ നിങ്ങളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു പോയത് കേട്ടോ. ഇപ്പൊ ഖാലിദ് ചേർന്ന് ചിരിക്കുന്നു, ഔക്കറിച്ച. ഇന്നലെ എന്തോ ഞാനൊരു വിഷയം പറഞ്ഞപ്പോ ഇങ്ങനെ ഔക്കറിച്ച മുൻ പ്രസിഡന്റ് ഔക്കറിച്ച എന്നൊക്കെ അത് ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ ഖാലിദ് പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ല ഉസ്താദ്, ഇവിടൊക്കെ അങ്ങനെ മുൻ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഒരു ഉദാഹരണം. അബൂക്കർ, എന്റെയും പേര് അബൂക്കർ എന്നല്ലേ. അപ്പൊ എന്റെ പേരായതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെ അങ്ങോട്ട് താങ്ങിക്കൊണ്ട് പറയുന്നത്. വേറെ ആരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പൊ ഇച്ഛാന്നും കൂടെ കൂട്ടി ഞാൻ ഇപ്പൊ താടിയൊക്കെ ധരിച്ചുകൊണ്ട് ഔക്കറിച്ച തന്നെ ആയിപ്പോ. ഇനിയിപ്പോ വേറെന്താ, താടി നരയ്ക്കാതിരുന്ന സമയത്ത് കാസർഗോഡ് ഒന്ന് പ്രസംഗിച്ച് താടിയും ധരിച്ച്. എത്രയാ ഓതിയത്, എത്രയാ ഹദീസ്, എത്രയാ, എന്നിട്ട് വല്ല മാറ്റമുണ്ടോ സംഭവം? എനിക്ക് മാറ്റമുണ്ടോ എന്നുള്ള കാര്യം എങ്ങളുടെ അല്ല, എന്റെ കാര്യമാണ്. എനിക്കൊരു മാറ്റവും ഇല്ല ഇതുവരെ. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ നാളെ ഉപ്പായി ഉമ്മയൊക്കെ കാണും, മക്കളും വാപ്പായും എല്ലാവരും നമ്മൾ പരസ്പരം കാണും, എല്ലാവരും കാണും. അങ്ങ് കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മോനെ പ്ലീസ് ഒന്ന് രക്ഷപ്പെടുത്തോ, സഹായിക്കോ. എന്തായാലും എന്റെ ഉപ്പ അല്ലേ, അള്ളാഹയോടൊന്ന് ചോദിച്ചു നോക്കാം. അന്ന് റെക്കമെൻഡേഷൻ SP യെയും DYSP ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, ഊപ്പർവാലയെ തന്നെ വിളിക്കണം.
അല്ലാഹെ തന്നെ വിളിക്കണം, അല്ലേ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. അല്ലാഹുമ്മ ഇന്നക വഅതനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് നീ എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ, എന്നെ ആഖിറത്തിൽ നിന്ദ്യനാക്കുകയില്ല, നിസാരനാക്കുകയില്ല എന്ന് നീ ആഖിറത്തിൽ വെച്ച് എനിക്ക് ദുനിയാവിൽ വെച്ച് വാക്ക് തന്നവനാണല്ലോ. ഫൽയൗമ, ഇന്നേ ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപമാനം എന്റെ ഉപ്പയാ. ഒരു പ്രവാചകന്റെ ഉപ്പ എന്ന നിലയ്ക്ക് എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്റെ ഉപ്പാന്റെ മുഖം വിവർണമാണ്, വികൃതമാണ്, വിരൂപമാണ്. എന്റെ ഉപ്പാന്റെ മുഖം മുഴുവനും മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാഥാ, എന്റെ ഉപ്പായെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ? അള്ളാന്റെ മറുപടി എന്താ? ഒരു പ്രവാചകന്റെ ചോദ്യമാണ്, മനസ്സിലാക്കണം. ആഖിറത്തിൽ മഹ്ശറിൽ ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ഒരു പ്രവാചകൻ ചോദിക്കണം, എന്റെ ഉപ്പയെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ ഉപ്പയെ ഒന്ന് സഹായിക്കണം അല്ലാഹ്. മഹ്ശറിൽ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ദുനിയാവിൽ എന്നെ നിഷേധിച്ച് തള്ളിയ നിഷേധികൾക്ക് ഞാൻ സ്വർഗം ഹറാമാക്കി, നിഷിദ്ധമാക്കി. ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖിതനാണ്. ദുഃഖാകുലനാകുന്നത് കണ്ടപ്പോ അല്ലാഹു പെട്ടെന്ന് റൂട്ട് മാറ്റുകയാണ്. യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, മാദാ തഹത റിജ്ലൈക്, ഉൻദുർ മാദാ തഹത റിജ്ലൈക്. ഒന്ന് നോക്കൂ ഇബ്രാഹിമേ, നിന്റെ കാലിന്റെ കീഴിൽ എന്തോ ഒരു വസ്തു ഇഴയുന്നുണ്ട്. ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഫൈദാ ബിദീഖിൻ മുൽതതിഖിൻ, ഏതോ ഒരു മാലിന്യ വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുകയാണ്. ഒരു വൃത്തികെട്ട വസ്തു, ഒരു ദുർഗന്ധം വമിക്കുന്ന നീചമായ ഒരു വൃത്തികെട്ട വസ്തു തന്റെ കാലിൽ കിടന്ന് ചുറ്റുന്നത് കണ്ട് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഫയൂഖദു ബിഖവായിമിഹാ, അതിന്റെ ചെവിയിൽ പിടിക്കുകയാണ്. ഫയുൽഖാ ഫിന്നാർ, നേരെ ഇബ്രാഹിമിന്റെ മുന്നിലേക്ക് നരകത്തെ അല്ലാഹു കൊണ്ടെത്തിക്കുകയാണ്. ആ നികൃഷ്ടമായ ജീവിയെ സ്വന്തം കൈകൊണ്ട് പിടിച്ചെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആരാണത്? എന്റെ പൊന്നു സഹോദരാ, അഹങ്കാരിയും തെമ്മാടിയുമായി ഈ ദുനിയാവിൽ വാപ്പ ജീവിക്കട്ടെ, മക്കള് ജീവിക്കട്ടെ, സ്വന്തം വാപ്പായെ ചെവിക്ക് പിടിച്ച് മക്കളെ കൊണ്ട് നരകത്തിലേക്ക് എറിയും എന്നതിന്റെ തെളിവാണ്. നമസ്കാരമില്ലാത്ത മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നമസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ്. നിങ്ങൾ കുടിച്ചു കൂത്താടി അഹങ്കാരികളായി ദുനിയാവിൽ കഴിയുന്നവരാണെങ്കിൽ നാളെ മഹ്ശറിൽ നിങ്ങളുടെ മക്കളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചല്ലാഹു നരകത്തിലേക്ക് എറിയും കേട്ടോ. ഏ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നാളെ പിഴച്ചു പോയവരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കാത്തവരാണെങ്കിൽ, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ മക്കളെ മഹ്ശറിൽ വെച്ച് ചെവിക്ക് പിടിച്ച് നരകത്തിലേക്ക് എറിയേണ്ടവരാകും. അതിന്റെ ഉദാഹരണമല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സ്വന്തം പിതാവിനെ ഒരു നീചമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്, നികൃഷ്ടമായ വസ്തുവാക്കി അല്ലാഹു മാറ്റിയത്. ആ ഇബ്രാഹിം സ്വന്തം കൈകൊണ്ട് പിതാവിനെ എടുക്കുകയാ. അറിയുന്നില്ല ഇതെന്റെ ഉപ്പയാണെന്നറിയുന്നില്ല. നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷമാണ് ഇബ്രാഹിം നബി അറിയുന്നത് ഇതെന്റെ ഉപ്പയാണ്. കാലമൊന്ന് തിരിഞ്ഞു ചിന്തിക്കണേ. ഒരു കാലഘട്ടത്തിൽ മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ സ്വന്തം വാപ്പയല്ലേ പടഹധ്വനി മുഴക്കി രംഗത്തേക്ക് ഇറങ്ങി വന്നത്. എത്രയോ കിലോമീറ്റർ കണക്ക് വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അഗ്നി അതിൽ ആളിക്കത്തുന്ന അവസ്ഥയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് ആ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റുകയാണ്. മഹാനായ പ്രവാചകനാണ്, ആ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് ബഹുമാൻ ഇബ്രാഹിം നബിയെ തന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി വിവസ്ത്രനായി ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ ആ അഗ്നിഗോളത്തിലേക്ക് വലിച്ചെറിയാൻ ഈ ഉപ്പയല്ലേ നേതൃത്വം കൊടുത്തത്. കാലം തിരിച്ചു വരട്ടെ. മഹ്ശറം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അവിടെ നീതിയാണ്, ധർമ്മമാണ് അവിടെ അള്ളാഹു കാണിച്ചു കൊടുക്കുക. അത് തന്നെയല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരെയും മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമ്പോ അവരുടെ ശരീരത്തിൽ വസ്ത്രം കാണുകയേ ഇല്ല. ഫയുക്സാ അവ്വലു മർറത്തിൻ ഇബ്രാഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദ്യമായി മഹ്ശറിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാ. കാരണം എന്താ? ഈ തീച്ചൂളയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയപ്പെടുമ്പോ അവിടുത്തെ വസ്ത്രങ്ങളെല്ലാം ആ അഹങ്കാരികൾ അഴിച്ചു മാറ്റിയില്ലേ. വിവസ്ത്രനായി 40 ദിവസക്കാലത്തോളം ആ അഗ്നികുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയെ അള്ളാഹു പാർപ്പിച്ചില്ലേ. അതല്ലേ ഖുർആന്റെ ആയത്തിറങ്ങിയത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയുടെ ഉടമസ്ഥൻ ഞാനാണ്, പടച്ച തമ്പുരാൻ പറയുകയാണ്. അതുകൊണ്ട് തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ ശീതളമാകണേ എന്നെന്റെ പൊന്നുപെങ്ങളെ. അടുക്കളയിൽ നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളം വീഴുമ്പോ തീയിൽ നിങ്ങളുടെ ശരീരം പൊള്ളിപ്പോയാൽ ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതണേ. നിങ്ങളുടെ ചൂടിനും നിങ്ങളുടെ തീക്കും ഒരു ശമനമുണ്ടാകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാളെ വസ്ത്രം ധരിപ്പിക്കപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം പിതാവ് ഇബ്രാഹിം നബിയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിൽ നാളെ മഹ്ശറാവൻ സഭയിൽ സ്വന്തം മകൻ വാപ്പയെ തീയിലേക്ക് വലിച്ചെറിയുകയാണ്. അവിടെയാണ് സത്യം, അവിടെയാണ് ധർമ്മം, അവിടെയാണ് നീതി, അവിടെയാണ് ന്യായം. അവിടെ ഉപ്പയെന്നോ ഉമ്മയെന്നോ ഭർത്താവെന്നോ ഭാര്യയെന്നോ ഇല്ല. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാലൂൻ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് ആ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുടുംബ മഹിമയില്ല, കുടുംബമാത്വമില്ല, പാരമ്പര്യമില്ല, തറവാടിത്തമില്ല. ഞാൻ ഇന്ന കുടുംബത്തിലാണ്, ഞാൻ ഇന്ന ഇച്ചാന്റെ മോനാണ്, ഞാൻ ഇന്ന വർഗത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന സംസ്കാരമുള്ളവനാണ്. ഏയ്, അതൊന്നും അവിടെ ഇല്ല. വാപ്പയാണോ ഉമ്മയാണോ ഭാര്യയാണോ ഭർത്താവാണോ ആരോ നല്ലവനാണെങ്കിൽ അവന് നാളെ സ്വർഗമാണ്. മൻജാബിൽ ഹസന, ആരാണോ നന്മയുമായി വരുന്നത് അവന് 10 ഇരട്ടി നന്മ കൊടുത്ത് അല്ലാഹു അവനെ സഹായിക്കുകയാണ്. അവിടെ ആരുമാകട്ടെ, വാപ്പയോ ഉമ്മയോ ഭാര്യയോ ഭർത്താവോ ജ്യേഷ്ഠനോ അനുജനോ അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ, അതൊന്നും അള്ളാഹുവിടെ ആവശ്യമില്ല. അവിടെ കുടുംബ മഹിമ ഒന്നും ചോദ്യം ചെയ്യുകയില്ല. ഇവൻ ഏത് ഗോത്രക്കാരൻ, ഇവൻ ഏത് കുടുംബക്കാരൻ, ഏത് നാട്ടുകാരൻ, ഏത് വീട്ടുകാരൻ, ഏത് തറവാടിത്തമുള്ളവൻ, ഏയ് അള്ളാഹ് അവിടെ ചർച്ചയേ ഇല്ല. അള്ളാഹ് നന്മ ചെയ്തവനാണോ യാ അള്ളാഹ് കടന്നു വാ, ഇല്ലയോ നേരെ നരകത്തിലേക്ക് പോയിക്കോ. മാതാപിതാക്കളും മക്കളും നമ്മളുടെ അവസ്ഥ അതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ, നാളെ മഹ്ശറിലേക്ക് വരുമ്പോ 3 വിഭാഗം ആളുകളെ ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യുതഹിറുഹും വലഹും അദാബുൻ അലീം. മഹ്ശറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മഹ്ശറിലേക്ക് വരികയാണ്.
വരുന്ന സമയത്ത് ഓരോരോ വിഭാഗങ്ങൾ അള്ളാഹു കാണണ്ടേ, അള്ളാഹെ കാണണ്ടേ, അള്ളാഹെ കാണണ്ടേ, അള്ളാഹെ കാണാനുള്ള നമ്മുടെ ലക്ഷ്യം. ആ മുഖം അള്ളാഹുടെ മുഖം കാണണ്ടേ, ഏറ്റവും വലിയ വജ്ജിഗ്, ആ സുന്ദര മുഖം അതൊന്ന് കാണണം. അതിനാണ് ജനങ്ങളെല്ലാം ധൃതി പിടിച്ച് ഓടിപ്പോകുന്നത് അള്ളാഹുവിന്റെ മുഖം കാണാൻ. അള്ളാഹു കാണാൻ തയ്യാറാകും. നമ്മളെ കാണും പടച്ചവൻ, നമ്മളെ കാണും പടച്ചവൻ. പക്ഷേ കാണാത്ത ചില ആൾക്കാരുണ്ട്. കാണാത്ത ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാളെ കാണാൻ താല്പര്യമില്ലയോ അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ നരകത്തിന്റെ അവകാശിയാണ്, യാതൊരു സംശയവുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹുവിനെ കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിൽപ്പെട്ട ഒരാളെ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടുന്നില്ലയോ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നിവേദനമായിട്ട് നമ്മൾ പോകുന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ നിവേദനമായിട്ട് നമ്മൾ പോകുമ്പോ പ്രധാനമന്ത്രിയോട് എനിക്ക് അവരെ കാണണ്ട, യാ അല്ലാഹ്, അതിന്റെ അർത്ഥം എന്താ? എന്നെ നീ മാഫി ഫായത, നീ ലാശ, നിന്നെ കൊണ്ട് ഗുണമില്ല, യാ അല്ലാഹ് പോ. മുഖ്യമന്ത്രി ഇല്ല, എനിക്ക് നിന്നെ കാണണ്ട പോ എന്ന് പറഞ്ഞാൽ നീ ലാശ, നിനക്ക് ഒരു വിലയില്ലാത്തവനെന്നാണ് എന്റെ അർത്ഥം. അതല്ല എന്റെ അർത്ഥം. നമ്മൾ കാണാൻ പോയിട്ട് ഒരു അനുവാദം തന്നിട്ടില്ല നമുക്ക്. പിന്നെ ഇവര് കുറച്ച് ഉപരോധം, ഇവർ കുറച്ച് സമരം, ഇവർ കുറച്ച് ഹർത്താല്, ഇവർ കുറച്ച് പണിമുടക്ക്, അതൊക്കെ നടത്താം. മഹേശ്വര ഇതൊന്നും പറ്റൂല. മഹേശ്വര എവിടെ നിന്ന് ഹർത്താലും പണിമുടക്കും നടക്കാൻ പറ്റില്ല. ഇടിയാണ്, മലക്കളെ നല്ല കമ്പിപ്പാറ ഇരിക്കണം, കുത്തിട്ട് നല്ല കുത്ത്. അവിടെ നിന്ന് പണി നടക്കൂലല്ലോ സംഭവം. അവിടെ പണി നടക്കുവോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ കാണുകയില്ല. നാളെ ആഖിറത്തിൽ വല്ലാത്ത സംഭവമല്ലേ മുസ്ലിങ്ങൾ, നമ്മളിങ്ങനെ പോവാണ്. 3 വിഭാഗം ആളുകളെ കാണുകയില്ല. സഹോദരിമാരെ മനസ്സിലാക്കുക, നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാണ് നമ്മളെല്ലാവരും. മഹ്ശറിൽ വന്ന് നിൽക്കണം, മഹ്ശറിലേക്ക് വരികയാണ്. ഇങ്ങനെ പല 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 കോലത്തിൽ ഇങ്ങനെ കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ അലാ يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ജനങ്ങളെ, നിങ്ങൾ അറിയുന്നില്ലേ, നാളെ ഒരു മഹാസംഭവ ദിവസത്തിൽ, ഒരു മഹാദിവസത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? റബ്ബുൽ ഇസ്സത്തായ ലോകത്തിന്റെ രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ മുന്നിൽ ഈ മാനവനെ നിർത്തപ്പെടുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുകയാണ്, മഹ്ശറ വൻസഭയിൽ വന്നു നിൽക്കുകയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 300 سنين كمقدار يوم الدنيا أو كما قال رسول الله. ഈ ദുനിയാവിലെ 300 വർഷക്കാലത്തോളം മഹ്ശറയിൽ നമ്മൾ നിൽക്കണമത്രേ. 300 വർഷക്കാലത്തോളം മഹ്ശറയിൽ നമ്മൾ നിൽക്കണമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അയതുദിന ശംസു മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹു. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഓരോ സൃഷ്ടികളെയും മനുഷ്യവർഗങ്ങളെ മുഴുവനും മഹ്ശറിലേക്ക് കൊണ്ടു നിർത്തുമ്പോ അവന്റെ തലയ്ക്ക് മീതെ തുദിന ശംസു മിനൽ ഖൽഖി യൗമൽ ഖിയാമ ഹത്താ തകൂന കമിഖ്ദാരി മീൽ. 1 മൈൽ അകലെ മാത്രമാണ്, ഏതാനും ചില്ലറ 2-2.5-3 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താ തീതുപ്പുന്ന സൂര്യൻ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്നത്. 300 വർഷക്കാലം ഈ ദുനിയാവിൽ നമ്മൾ എണ്ണുന്ന 300 വർഷക്കാലം നാളെ മഹ്ശറിൽ നമ്മൾ നിൽക്കണമത്രേ. ഒരു ദിവസം ഒന്ന് പോകാൻ എത്ര ബുദ്ധിമുട്ടാണ്. 365 ദിവസമാണ് ഒരു വർഷമെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുന്നവരെ ഈ ദുനിയാവിലുള്ളൂ. ഇനി 150 വർഷമാകട്ടെ, അത് തന്നെ എത്രയോ ദൈർഘ്യമാണ്. അതിന്റെ ഡബിളാണ്, അതിന്റെ 2 ഇരട്ടിയാണ്. 300 വർഷക്കാലത്തോളം നാളെ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും അത്രേ. മറ്റൊരു റിവായത്തിൽ കാണുന്നു, യംകുസൂന 40 വർഷത്തോളം ആ സൂര്യന്റെ ചൂടിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കേണ്ടി വരും അത്രേ.
ഓരോ മനുഷ്യനും വിയർപ്പിൽ കുളിക്കുമത്രേ. അവന്റെ വിയർപ്പ് കാരണമായി അവൻ നിൽക്കുന്ന മഹ്ശറ മൈതാനിയിലെ ഭൂമിയിൽ നിന്ന് 70ഓളം അടി അവന്റെ വിയർപ്പ് താഴേക്ക് ഇറങ്ങുമത്രേ. അങ്ങനെ ആ താഴെ നിന്ന് ആ വിയർപ്പ് മുകളിലേക്ക് പൊങ്ങി വന്ന് അവന്റെ കാതോളം ചെവിയോളം വന്നു നിൽക്കുമെന്ന് ഔകമാകാല ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവിടെ നിൽക്കേണ്ടത് കുല്ലു ബർരിൻ വഫാജിർ, എല്ലാ നല്ല മനുഷ്യനും നിൽക്കണം, എല്ലാ മോശക്കാരനും നിൽക്കണം. നമസ്കാരമുള്ളവരെ നിങ്ങളും നിൽക്കണം, അല്ലാഹുവിനെ അനുസരിച്ചവരെ നിങ്ങളും നിൽക്കണം, അല്ലാഹുവിനെ ധിക്കരിച്ചവരെ നിങ്ങളും നിൽക്കണം, അഹങ്കാരികളെ നിങ്ങളും നിൽക്കണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, നാളെ മഹ്ശറ മൈതാനിയിലെ വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ലയോ ഞങ്ങളെ ഹറാമുകൾ ഒഴിവാക്കുന്നത്, ഞങ്ങളെ നമസ്കാരം നിലനിർത്തുന്നത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ഞങ്ങളെ സക്കാത്ത് കൊടുക്കുന്നത്, ഖുർആൻ ഓതുന്നത് മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സാലിഹീങ്ങളായ നല്ലവരായ സദ്വരത്തരായ മനുഷ്യർ നാളെ മഹ്ശറിൽ നിൽക്കേണ്ടി വരും. പക്ഷേ കമിഖ്ദാരി സ്വലാ, ഒരു വഖ്ത് നമസ്കാരത്തിന്റെ സമയം മാത്രം അവർ നിന്നാൽ മതി. ബാക്കിയുള്ളവർ 300 വർഷക്കാലത്തോളം 40 വർഷക്കാലത്തോളം അവർ മഹ്ശറിൽ നിൽക്കേണ്ടി വരുമ്പോ സാലിഹീങ്ങളായ മനുഷ്യർ ളുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള സമയം, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം, ഒരു വഖ്തിന്റെ സമയം മാത്രം മഹ്ശറിൽ നിൽക്കേണ്ടി വരും. കാരണം അവിടുത്തെ ചൂടൊന്നറിയാൻ, അവിടുത്തെ അവസ്ഥകളൊന്നറിയാൻ, അവിടുത്തെ മഹാവിപത്തുകളൊന്നറിയാൻ അല്ലാഹു നമ്മളെ രുചിപ്പിക്കുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ പറയുകയാ, ഫൗഖസാ ഹുല്ലതൈനി മിനൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലെ വളയം അല്ലാഹു ധരിപ്പിക്കുമത്രേ, സ്വർഗ്ഗത്തിലെ ആഭരണം അല്ലാഹു എന്നെ ധരിപ്പിക്കുമത്രേ, സ്വർഗ്ഗത്തിലെ സുഗന്ധങ്ങളും സ്വർഗ്ഗത്തിലെ വസ്തുക്കളും സ്വർഗ്ഗത്തിലെ എല്ലാ വസ്ത്രങ്ങളും അല്ലാഹു എനിക്ക് നൽകി എന്നെ അണിയിച്ചൊരുക്കിയിട്ട് എന്നെ അർശിന്റെ വലതുഭാഗത്തേക്ക് കൊണ്ടു നിർത്തുമത്രേ. ആ അർശിന്റെ വലതുഭാഗത്ത് എല്ലാവരും ഭയങ്കരമായ ചൂടിൽ നിൽക്കുമ്പോ എന്നെ അർശിന്റെ വലതുഭാഗത്ത് കൊണ്ടു നിർത്തുമ്പോ ഞാനല്ലാതെ ഒരാളും ആ ഭാഗത്ത് കാണുകയില്ല. എന്റെ അനുയായികൾ എന്നോടൊപ്പം അവിടെയും ഉണ്ടാകും. പക്ഷേ അവരെല്ലാവരും അർശിന്റെ താഴ്ഭാഗത്തായിരിക്കുമ്പോ ഞാൻ വലതുഭാഗത്തായിരിക്കുമെന്ന് ഔകമാകാല ഹബീബുനാ റസൂലുള്ളാഹി. ഒളുവെടുക്കുമ്പോ ദുആ ചെയ്യണേ, മറക്കരുതേ. തല തടകുന്ന സമയത്ത് എന്റെ പൊന്നുപങ്ങളെ നിങ്ങളുടെ ദുആ, അല്ലാഹുമ്മ അളില്ലനീ തഹത ളില്ലി അർശിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. പടച്ചവനെ, നാളെ ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ വിയർപ്പിൽ മനുഷ്യൻ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് പടച്ച റബ്ബേ, എനിക്ക് നീ തണല് നൽകണേ, അർശിന്റെ തണല് നൽകി എന്നെ സഹായിക്കണേ എന്ന് ഒളുവെടുക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ മരിക്കുന്നത് വരെ നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കുമ്പോ ആ ദുആയുടെ ബർക്കത്ത് കൊണ്ടൊരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നമുക്ക് പരിശുദ്ധമായ അർശിന്റെ തണല് ലഭിച്ചേക്കാം. അല്ലാഹു നമുക്കത് നസീബാക്കുമാറാകട്ടെ. നിക്കണം ഇങ്ങനെ, റാഫിഈ റൂസിഹിം ഇലസ്സമാ, സൂര്യനിലേക്ക് നോക്കണം, കണ്ണൊക്കെ ഇവിടെ ആയിരിക്കും, കണ്ണിവിടെ ആയിരിക്കും, നോയിക്കൊണ്ടേയിരിക്കണം, 40 വർഷം. വനാദൗ യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക്. 40 വർഷക്കാലം നിന്ന് ലാ يأتون خبر من السماء ولا يكلمهم أحد. ആരും സംസാരിക്കുകയില്ല, ഒരു അഭിപ്രായങ്ങളും ഒരു കൽപ്പനകളും ആകാശഭാഗത്തു നിന്ന് വരുന്നില്ല. എല്ലാവരും മഹ്ശറ മൈതാനിയിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോ 40 വർഷക്കാലത്തോളം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും വരാതെ വരുമ്പോൾ ആ നരകത്തെ കാക്കുന്ന മലക്കിനോട് ചോദിക്കുകയാണ്, വനാദൗ യാ മാലികോ ലിയഖ്ലി അലൈനാ
റബ്ബുക്, ഏ മാലിക്കേ ഞങ്ങൾ നിന്ന് തളർന്നുപോയി മാലിക്കേ, ഞങ്ങൾ നശിച്ചുപോയി ഉരുകിപ്പോയി മാലിക്കേ, നിന്റെ റബ്ബിനോടൊന്ന് പറയുവോ ഞങ്ങൾക്കൊരു തണൽ നൽകാൻ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമേകാൻ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പറയുമോ മാലിക്കേ? ഇല്ല 40 വർഷക്കാലം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹേശറയിൽ നിൽക്കുന്ന മക്കൾ ചോദിക്കുകയാ, മാലിക്കേ ഞങ്ങൾക്ക് വേണ്ടി നീയൊന്ന് ഒത്താശ ചെയ്യുമോ, ഞങ്ങൾക്ക് വേണ്ടി നീയൊന്ന് അല്ലാഹുവിനോട് പറയുവോ, ഈ ഭയാനകതയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യുവോ? 40 വർഷം കഴിയുമ്പോ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം തല നിവർത്തിയിട്ട് പറയുകയാ, ഖാല ഇന്നകും മാകിസൂൻ. അവിടെ തന്നെ നില്ല്, അവിടെ തന്നെ നില്ല്, നില്ല്, അവിടെ തന്നെ നില്ല്, മിണ്ടരുത്, അവിടെ തന്നെ നില്ല്. അല്ലാഹുവിന്റെ ശിക്ഷ. 40 വർഷം മാലിക്കൊണ്ട് പറയും പരിഹാരം ഇല്ലേ? മഹ്ശറ നിന്ന് ഉരുകുന്നു, എല്ലാം വിയർപ്പിൽ മുങ്ങി കുളിച്ചു. പ്ലീസ് ഇന്നകും മാകിസൂൻ. ഇല്ല, അവിടെ മഹ്ശറിൽ ഇല്ലേ? മഹ്ശറിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? പത്രയായി മഹ്ശറിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? പറഞ്ഞോളി. ഇന്നത്തെ വണ്ടി കഴിഞ്ഞാണ് നാളത്തെ വണ്ടി ആയിരിക്കും കാണിക്കുന്നത്. മഹ്ശറെ നമ്മൾ നിൽക്കാൻ മഹ്ശറിൽ അതിന് സംഭവം മൊത്തമുള്ളത്. എല്ലാ ഗ്രൂപ്പുകാരും വരും മഹ്ശറിൽ. അള്ളാഹെ കാണാൻ ഒരു ഗ്രൂപ്പുകാർ വരും, അള്ളാഹെ കാണാൻ പറ്റാത്തവർ വരും, അള്ളാഹ് കാണണ്ടെന്ന് പറയുന്നവർ വരും, ശരി എന്റെ അരികിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നവർ വരും, നബിതങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നവർ വരും. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, പല കോലം. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي ജന്നതി. പരിശുദ്ധമായ ഖുർആനാണ് ആകാശഭൂമികളെ തകർത്ത് തരിപ്പണമാക്കിയതാ. എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് മഹ്ശറാവൻസഭയിലേക്ക് മാനവനെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ എല്ലാവരും വിയർപ്പിൽ കുളിച്ച് മഹ്ശറയിൽ നിൽക്കുന്ന രംഗമാണ്. പടച്ച റബ്ബിനെ കാണാൻ ജനങ്ങളെല്ലാവരും ധൃതി കൂട്ടുകയാണ്, ആവേശഭരിതരാവുകയാണ്. ഓരോ മാലാഖമാരും സഫായി മാറി നിൽക്കുമ്പോ എല്ലാവിധ ആഡംബരങ്ങളോടുകൂടി നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ച